വിനോദ്, ഷാജി പാപ്പൻ എല്ലാവരും ഒരേ നല്ല ടൈം ട്രാവലും അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പർ മൂവി. ഉഗ്രനായിരുന്നു, പറയാനായിട്ടൊന്നുമില്ല. എൻട്രി എല്ലാം പൊളിച്ചു. പിന്നെന്താ അതൊക്കെയുള്ളൂ. നന്നായി വർക്ക് ചെയ്തു. നല്ല സിനിമയായിരുന്നു. ഈ ടൈം ട്രാവൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ വർക്കൗട്ട് ആവുമോ, എന്താ ഇവിടെ വടംവലി വലിച്ചുകൊണ്ടിരുന്ന പിള്ളേർ ഇനി ടൈം ട്രാവൽ എന്നൊക്കെ പറഞ്ഞത് വർക്കൗട്ട് ആവുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. പക്ഷെ വർക്കൗട്ട് ആയി. നല്ല പടം. ഇത് ഇഷ്ടം ഉറപ്പാ. ടീം പടം. അതിപ്പോൾ വിജയ് ബാബുയുടെ എൻട്രി ആയാലും എന്താ സർബത്ത് ഷമീറിൻ്റെ എൻട്രി ആയാലും ഡ്യൂഡിൻ്റെ എൻട്രി ആയാലും എല്ലാം അടിപൊളി. ഹെലികോപ്റ്ററിൽ എന്ന് പറഞ്ഞ സീനുണ്ട്, എല്ലാം അടിപൊളിയായിരുന്നു. ടീം പടം ഹിറ്റാവും ഉറപ്പാ. നല്ല പടം. സീനാണ്, നല്ല കോമഡി എല്ലാം ഉണ്ടായിരുന്നു. ആർക്കിലബോ എല്ലാവരും കൊള്ളായിരുന്നു. എല്ലാം ക്യാരക്ടറിന് അതിനുള്ള എല്ലാ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഫുക്രുവിൻ്റെ പുതിയ ഇൻട്രഡക്ഷൻ അത് നൈസായിരുന്നു. പുള്ളിനെ ഈ ക്രൂവിലേക്ക് കയറ്റിയത് തന്നെ നല്ല സിനിമയായിരുന്നു. ഓവറോൾ നോക്കുമ്പോഴത്തേക്കും പടം കുഴപ്പമില്ല. ആ കോമഡിയാ പടം കോമഡിയാ. അത് സെക്കൻഡ് പോലെ തന്നെ ട്രെയിൻ ട്രാവൽ ആണെന്നുണ്ട്. ആ കുഴപ്പമില്ല. ഫാമിലി അടിച്ചു വരും. പിള്ളേർക്കൊക്കെ പറ്റിയോളോ. ഫാമിലി എല്ലാ പ്രായക്കാരും പറ്റിയോളാ. കോമഡി ബേസ്ഡ് ആണ് മൂവി. നല്ലതായിട്ട് കാണുന്ന എല്ലാം. പിന്നെ ആട് 1 ഉം 2 കണ്ടിട്ട് എല്ലാവരും പോയാൽ മതി എന്ന് ഞാൻ പറയണു. പിന്നെ ആട് 4 ഞാൻ വെയിറ്റിംഗ് ആണ്. ക്യാപ്റ്റൻ ക്ലീറ്റസിന് ഇനി റോൾ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നു. 3 ആണ് ഏറ്റവും ബെസ്റ്റ്. ഒന്നും പറയാനില്ല. ഏറ്റവും ബെസ്റ്റ് 3 ആണ്. രണ്ടും മിക്സ് ആണ്. ഒന്നും പറയാനും പറ്റില്ല. കോമഡിയാണ് പറയാം. കോമഡിയാണ് കൂടുതൽ. ആ നല്ലോണം ഉണ്ട് കോമഡി. ചിരിച്ചാവും. എനിക്ക് ഇഷ്ടപ്പെട്ട സീൻ ആ ടൈം ട്രാവൽ ചെയ്യണ സീനല്ലായിരുന്നു. കുതിരയിലൊക്കെ വന്ന് ഷാജി ബാബൻ സാധനം തൂക്കി. ഡൂണും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഷാജി ബാബനാണ് സാധനം. നല്ല എന്റർടൈനർ. സിനിമ നല്ല സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. നല്ലപോലെ കാശ് മുടക്കി നന്നായിട്ട് കഷ്ടപ്പെട്ട് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു കോമഡി മൂവിയാണ്. കൂടുതൽ സ്ക്രീനിൽ നിറഞ്ഞാടി എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിനയമാണ്, അടിപൊളി അഭിനയം. ഷാജി പാപ്പൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഷാജി പാപ്പൻ എല്ലാവരും നല്ല കോമഡി നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഫാമിലിയായിട്ട് തകർത്ത് ആടാൻ പറ്റിയൊരു പടമാണ്. ായിട്ടുള്ള രീതിയിലേക്ക് സിനിമ ആട് 3 മാറും എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. അത്രയും വളരെ മനോഹരമായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഒരു വലിയൊരു സ്കെയിലിൽ ചെയ്തൊരു പടമാണ്. നമുക്ക് കാവ്യ ഫിലിംസും ഫ്രൈഡേ ഫിലിം ഹൗസും കൂടെ ചെയ്തിട്ടുള്ളൊരു രണ്ടുപേരും കൂടെ ചെയ്തിട്ടുള്ളൊരു ബിഗ് ബഡ്ജറ്റ് പടമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഗംഭീര സിനിമ എന്ന് തന്നെ പറയാം. അടുത്ത പാട്ടിൽ ഉണ്ടാവണമെന്നാണ് ആഗ്രഹം. അതിനിപ്പം അറിയില്ല. മിഥുൻ ചേട്ടനാണ് എഴുതുന്നത്. മിഥുൻ ചേട്ടൻ്റെ കയ്യിലാണ് എല്ലാം. എന്തായാലും അടുത്ത പാട്ടിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെല്ലാം മിഥുൻ ചേട്ടൻ്റെ കയ്യിലാണ്. എനിക്കറിയില്ല. എന്തായാലും അതുപോലെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല പടമായിരുന്നു. കുറേ ചിരിക്കാനുണ്ട്. പിന്നെ ആദ്യത്തെ 2 പാട്ടിന് ശേഷം ടോട്ടലി ഡിഫറെൻ്റ് ഒരു ടെറൈൻ കൊണ്ടുവന്നിട്ടുള്ള പടമാണ്. വിച്ച് ഇസ് അമേസിങ്. ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ്. എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. സോ ഇപ്പോൾ ലാസ്റ്റ് കൊണ്ട് ഭയങ്കര ഒരു എന്താ പറയുക, സർപ്രൈസിങ് എലമെൻറ്റിലാണ് കൊണ്ട് നിർത്തിയിട്ടുള്ളത്. സോ ഐ എം വെരി എക്സൈറ്റഡ് ഫോർ ദ 4th പാർട്ട്. താങ്ക് യു. ഐ ആക്ച്വലി ഫൈൻഡ് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ ഒരു സ്പേസിൽ ഒരു കോമഡിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിറ്റ് ചാലഞ്ചിങ്. ആൻഡ് ഐ തിങ്ക് ദേ ഹാവ് ഡൺ എ വെരി നൈസ് ജോബ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.